പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നടത്തിയിട്ടുള്ള വിശദീകരണമാണ് ശരിയായ വിശദീകരണം. അതാണ് പാർട്ടിയുടെയും എൻ്റെ അഭിപ്രായം. ഇതിലെ ഈ പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെ ഒരു വിജയസാധ്യത കുറവാണ് എന്നുള്ള ഒരു ആശങ്കയുണ്ട്. വിജയം തോൽവിയുടെ പ്രശ്നം അല്ലല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സ്ഥാനാർത്ഥിത്വമാണല്ലോ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ തൃശ്ശൂരിൽ പറഞ്ഞതിനെ മാധ്യമങ്ങൾ വളച്ചൊടിച്ച് പ്രസിദ്ധീകരിച്ചു. ഞാൻ എൻ്റെ വിശദീകരണം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു വിശദീകരണം നൽകി. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നൽകിയിട്ടുള്ള വിശദീകരണമാണ് എൻ്റെയും അഭിപ്രായം. അതുതന്നെയാണ് ഞാനും അംഗീകരിക്കുന്നത്. പാർട്ടി പറഞ്ഞ അവിടെ മത്സരിക്കും. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ് എൻ്റെ അഭിപ്രായം. രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്നാണ് പറയുന്നത് നിയമത്തിൽ. മത്സരിക്കട്ടെ, അയാൾക്ക് 140 മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ടല്ലോ. കോൺഗ്രസ് 100 സീറ്റ് നേടും എന്നുള്ള ലക്ഷ്യത്തോടെ മുമ്പോട്ട് വരുന്ന രീതിയുണ്ടോ? അല്ല, പിന്നെ കോൺഗ്രസ് അവിടെ അവരുടെ ക്യാമ്പ് സംഘടിപ്പിച്ചു. വയനാട് കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള PR ഏജൻസികളെ കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ മത്സരിക്കാൻ ഇന്നത്തെ പത്രമാധ്യമങ്ങൾ നോക്കിയാൽ കേരളത്തിൽ മത്സരിക്കുന്നത് PR ഏജൻസിയും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിലാണെന്ന് തോന്നുമല്ലോ. കാരണം PR ഏജൻസിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട്. അപ്പോൾ PR ഏജൻസിയും പിന്നെ UDF തമ്മിൽ തർക്കം നടന്നു. കാര്യത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പ്രചരണം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ സർവേയിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ചാണെങ്കിൽ ഭരണവിരുദ്ധ വികാരമില്ല. അപ്പോൾ അതിൽ തർക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഈ നിയമത്തെ BJP വലിയ രീതിയിൽ വിജയസാധ്യത വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തോ നിയമത്ത് BJP വലിയ രീതിയിൽ വിജയസാധ്യത വെച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ BJPയുടെ അക്കൗണ്ട് കേരളത്തിൽ നിയമത്തിൽ ക്ലോസ് ചെയ്ത് അത് വീണ്ടും ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത ഇല്ല. അതിനുശേഷം രാഷ്ട്രീയ സാഹചര്യം മാറിയില്ലേ? രാഷ്ട്രീയ സാഹചര്യം മാറിയെങ്കിലും നിയമത്തെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പ്രയാസമാണ്.